നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ മോഡൽ അല്ലെങ്കിൽ ഒരു പുതിയ മോഡലിൻ്റെ പുതിയ വേരിയൻ്റൊക്കെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ടോട്ടലി ന്യൂ കമ്പനിയുടെ വാഹനമാണ്. ആ കമ്പനിയുടെ പേര് വിൻഫാസ്റ്റ് എന്നാണ്. നമ്മൾ വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന 2 മോഡലുകളുടെ വോക്ക് അറൗണ്ട് അടുത്ത കാലത്ത് ചേരുന്നു. ഇപ്പോൾ നമ്മൾ അതിൽ ഒരു മോഡൽ കൃത്യമായും ഒരു ടെസ്റ്റ് ഡ്രൈവിനായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ മോഡലിൻ്റെ പേര് VF7 എന്നാണ്. VF6, VF7 അങ്ങനെ 2 മോഡലാണ് ഇപ്പോൾ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ഇതാണ് ഫ്ലാഗ്ഷിപ്പ് മോഡൽ. ഏറ്റവും വലിയ മോഡൽ ഇതാണ്. ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള മോഡലും ഇതാണ്. വിൻഫാസ്റ്റ് എന്ന കമ്പനിയെ പറ്റിയൊക്കെ നമ്മളന്ന് കാര്യമായിട്ട് സംസാരിച്ചിരുന്നു. ഒരു വിയറ്റ്നാമീസ് കമ്പനിയാണിത്. വിയറ്റ്നാമിലെ ടാറ്റ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അത്രയും വലിയൊരു കമ്പനിയാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു പണക്കാരനാണ് വിൻഫാസ്റ്റിൻ്റെ ഉടമ എന്ന് പറയുന്നത്. വിയറ്റ്നാമിലെ സമസ്ത മേഖലകളിലും വിൻഫാസ്റ്റിന് സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ കമ്പനി തന്നെയാണിത്. അപ്പോൾ വിൻഫാസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂട്ടറുകൾ തൊട്ട് വലിയ വാഹനങ്ങൾ വരെയുള്ള പല മോഡലുകളുണ്ട് വിൻഫാസ്റ്റിൻ്റെതായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ പ്ലാന്റ് സ്ഥാപിച്ച് തന്നെയാണ് വിൻഫാസ്റ്റ് വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ CB ആയിട്ട് കൊണ്ടുവരും അങ്ങനെയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. തൂത്തുക്കുടിയിൽ വമ്പൻ പ്ലാന്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിർമ്മിച്ചതിൽ ആദ്യത്തെ മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VF7 എന്ന് പറയുന്നത്. എന്താണ് ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് SUV ആണോ എന്ന് ചോദിച്ചാൽ SUV അല്ല. ഒരു ഹാഷ് ബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ ഒരു ക്രോസ് ഓവർ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് വേണമെങ്കിൽ ക്രോസ് ഓവർ എന്ന് വിളിക്കാവുന്ന രൂപമാണിത്. വലിപ്പം എന്ന് വെച്ചാൽ അമേസിങ് വലിപ്പമാണ്. നിങ്ങൾ ഈ കാണുന്ന ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന വെച്ച് കണക്കാക്കണ്ട. കാരണം ഈ വാഹനത്തിന് 4.5 മീറ്റർ നീളമുണ്ട്. ഇപ്പോൾ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ തന്നെ ട്യൂസോൺ എന്ന് പറയുന്നത് അത് കാഴ്ചയിൽ വളരെ വലിയ SUV ആയിട്ട് തോന്നിക്കുന്ന ട്യൂസോൺ 4.6 മീറ്റർ നീളമുള്ളൂ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിൻ്റെയൊക്കെ അടുത്ത് നീളമുള്ള വലിയൊരു വാഹനമാണിത്. ഇനി വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2.8 മീറ്റർ ഉണ്ട് വീൽ ബേസ് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ സ്കോഡ കോഡിയാക്ക് പോലുള്ള വാഹനങ്ങൾ അത്രയും വീൽ ബേസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ വാഹനമാണ് ഇതെന്നുള്ള കാര്യം. അപ്പോൾ വാഹനം വലുതാകുന്നതോറും റേഞ്ച് കുറയുന്നൊന്നും പേടിക്കേണ്ട. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വാഹനം കൂടിയാണിത്. കാരണം 538 കിലോമീറ്ററാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. എന്ന് തന്നെയല്ല, വളരെ ചെറിയ ചാർജിങ് ടൈം മതി ഇതിനുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് 100 കിലോവാട്ടിൻ്റെ ചാർജറാണെങ്കിൽ നിങ്ങൾക്ക് വെറും 28 മിനിറ്റ് കൊണ്ട് 70% ചാർജ് ആക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ 538 കിലോമീറ്റർ റേഞ്ചും വളരെ കുറഞ്ഞ ചാർജിങ് ടൈം ആകുമ്പോൾ വളരെ പ്രാക്ടിക്കലായുള്ള വാഹനമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു SUV അല്ലെങ്കിൽ പോലും വളരെ വലിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ടുവരുന്ന SUVകളിൽ പലതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്ക് പറ്റുന്ന രീതിയിൽ സജ്ജമാക്കിക്കൊണ്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല. ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ പരിപാടികളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുള്ളി ലോഡഡ് എന്ന് വിളിക്കാവുന്നൊരു വാഹനമാണ് വിൻഫാസ്റ്റിൻ്റെ VF7. അപ്പോൾ 2 ബാറ്ററി പാക്കുകളാണ് ഈ മോഡലുള്ളത്, VF7ലുള്ളത്. ഒന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 70 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലും മറ്റൊന്ന് 59.6 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലും. എന്ന് തന്നെയുമല്ല, ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾ വീൽ ഡ്രൈവ് മോഡലാണ്. അത് ടിൻ മോട്ടോർ സെറ്റപ്പുള്ള ഒരു മോഡലാണ്. ഈ ഒരു 70 കിലോവാട്ടിൽ തന്നെ ഒരു സിംഗിൾ മോട്ടോർ സെറ്റപ്പുള്ള മോഡലുമുണ്ട്. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ 59.6 കിലോവാട്ട് ബാറ്ററി പാക്കുള്ളൊരു മോഡലുമുണ്ട്. റേഞ്ചും ഡിഫറൻ്റാണ്. ഈ ഒരു 3 വേരിയൻറ്റുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും 438 കിലോമീറ്ററാണ് ഇതിൻ്റെ 59.6 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ അതായത് 70 കിലോവാട്ടിൻ്റെ സിംഗിൾ മോട്ടോർ സെറ്റപ്പുള്ള മോഡലിന് ആണ് 538 കിലോമീറ്റർ പറയുന്നത്. ഈ ഒരു ഡ്യുവൽ മോട്ടറുള്ള ഓൾ വീൽ ഡ്രൈവ് മോഡലിന് 510 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. കമ്പനി പറയുന്ന റേഞ്ചിന് അടുത്ത് തന്നെ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് വിൻഫാസ്റ്റ് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ ആദ്യത്തെ ഡെലിവറി അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഓടിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. എങ്കിൽ പോലും വിൻഫാസ്റ്റിൻ്റെ മോഡലുകളുടെ നമ്മൾ ഈ റിവ്യൂ ഒക്കെ കാണുകയാണെങ്കിൽ ഇപ്പം അവിടെ വിയറ്റ്നാമിലൊക്കെ ഉള്ള റിവ്യൂ പറയുന്നത് ഇവർ അവകാശപ്പെടുന്ന റേഞ്ചിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള VF7 എന്ന ഈ ഒരു മനോഹരമായ മോഡലിനെ നമുക്കൊന്ന് അടുത്ത് കാണാം. എന്തായാലും ഒറ്റ നോട്ടത്തിൽ വ്യത്യസ്തമായ ഒരു രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സങ്കര രൂപമാണ്. ഹാഷ് ബാക്കിൻ്റെയും സെഡാൻ്റെയും ഒക്കെ കൊണ്ട് സങ്കര രൂപമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ.
വിൻഫാസ്റ്റിൻ്റെ എല്ലാ മോഡലുകളുടെയും മുൻഭാഗം ഏതാണ്ട് ഒരേപോലെയാണ്. അതിന് കാരണം ഈ കാണുന്ന വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ ലോഗോയാണ്. ലോഗോ കാരണം ലോഗോയിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കട്ടുകളും കയറുകളും ഒക്കെ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വിയുടെ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഒരു DRL ആണ് കാണുന്നത്. ഡേ ടൈം റണ്ണിങ് ലാമ്പാണ്, LED ലാമ്പാണ് കാണുന്നത്. അത് മനോഹരമായിട്ടാണ് ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആ ഭാഗത്ത് പിന്നെ ഗ്രില്ലെന്ന് പറയുന്ന സംഭവങ്ങളോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ഏതായാലും ഇവിടെ ഒരു ഗംഭീരമായ LED ഹെഡ് ലാമ്പ്, അഡാപ്റ്റീവ് ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അത് ഒരു സിംഗിൾ യൂണിറ്റേ ഉള്ളൂ. രസകരമായിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. താഴെയായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും ഇവിടെ ഒരു എയർ കർട്ടനുമാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം സെൻസേഴ്സാണ് കേട്ടോ. അഡാസിൻ്റെ ലെവൽ 2 ഉള്ളതുകൊണ്ട് തന്നെ സെൻസേഴ്സാണ് അവിടെയൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അഡാസിൻ്റെ സെൻസേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് എയർ ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഗ്രില്ല് എന്ന് പറയുന്നൊരു ഭാഗം. അത് വലിയൊരു എയർ കർട്ടൻ പോലെ നിൽക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ്, താഴെയായിട്ട് ലോവർ ലിപ്പ് പോലെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്ത് ഞാനീ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു വലിയ ഡിസൈൻ ഗിമ്മിക്സ് ഒന്നും തന്നെ ഇല്ല, വളരെ പ്ലെയിനാണ്. പക്ഷേ ഈ ഒരു ഭാഗം ഇതിങ്ങനെ DRL വന്ന് ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കൃത്യമായ ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്, നല്ല വിഡ്ത്തും കൊടുക്കുന്നുണ്ട്. വാഹനത്തിന് കാഴ്ച നല്ല വീതി ഉള്ള ഒരു വാഹനമായിട്ട് തോന്നിക്കുന്നുമുണ്ട്. പിന്നെ ബോണറ്റിലൊക്കെ ഹെവി ലൈനുകളൊക്കെയാണ് കാണുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സൊക്കെയാണ് വാഹനത്തിലുള്ളത്. അതൊക്കെയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻഭാഗം മോശമല്ല, ഒരു ക്യാരക്ടറുള്ള മുൻഭാഗം തന്നെയാണ്. സൈഡ് പ്രൊഫൈൽ വളരെ വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ വാഹനത്തിന് ചേരുന്ന അത്രയും വലിപ്പമുള്ള ടയേഴ്സ്. 19 ഇഞ്ചാണ്. പക്ഷേ ഗ്ലോബലി 20 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ അവസ്ഥ വെച്ച് 19 ഇഞ്ചും ആക്കുകയും 190 mm എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് അവിടെ അതും അത്രയും ഇല്ല മറ്റ് രാജ്യങ്ങളിൽ. അപ്പോൾ ഈ രണ്ടുകൂടെ ചേരുമ്പോഴത്തേക്കും വളരെ എന്താ പറയുക, ഒട്ടും അടിയൊന്നും തട്ടാത്ത രീതിയിൽ ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വളരെ കനത്ത ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയറോ വീൽ എന്ന് വിളിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ആ ഒരു വീൽ ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടയർ സൈസ് തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്ത് വളരെ നന്നായെന്ന് തോന്നുന്നു. ഇവിടെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. അത് വളരെ സൗകര്യപ്രദമായ സ്ഥലമാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻഭാഗമാണ് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ചാർജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. നേരെ പോർച്ച് കൊണ്ട് നിർത്തുന്നു, മുൻഭാഗത്ത് നമ്മൾ ചാർജ് ചെയ്യുന്നു. അതാണ് പൊതുവെ സാധ്യത കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് എത്ര വലിയ വാഹനമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ നീളം മനസ്സിലാകുന്നത് ഈ സൈഡ് പ്രൊഫൈലാണ്. താഴെയായിട്ട് വളരെ വിശാലമായ ക്ലാഡിങ്. ആ ക്ലാഡിങ് എന്ന് പറയുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നീണ്ട അങ്ങനെ പോയിരിക്കുന്നത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതായത് ഒട്ടും തന്നെ സൈഡ് പ്രൊഫൈലൊന്നും മുഴച്ച് നിൽക്കാത്ത രീതിയിലുള്ള ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. വിശാലമായ ഗ്ലാസ് ഏരിയ ഇവിടെയുണ്ട്. മേൽഭാഗത്തൊരു ഗ്രാബ് റെയിൽ കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൽ ക്യാമറ കൊടുത്തിരിക്കുന്നു. അതിന് ഡ്യുവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എത്തുമ്പോൾ, ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പിൻഭാഗത്തിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിങ്ങനെ നല്ല ഗംഭീരമായിട്ട് മെർജ് ചെയ്ത് പോകുന്നുണ്ട് ഇതിൻ്റെ ആ ലൈനുകളൊക്കെ. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രത്യേക രൂപമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതായത് മുൻഭാഗം വളരെ ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ അല്പം താഴ്ന്ന പ്രൊഫൈലായിട്ട് തോന്നും. പക്ഷേ അത് വേറെ തോന്നലാണ് കേട്ടോ. അങ്ങനെയൊന്നും ശരിക്കും റിയലിസ്റ്റിക്കായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്നതെന്ന് പറയാവുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പ്, അതിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ മനോഹരമായി 2 വര പോലെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു എലമെൻസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതായത് ലൈറ്റിങ്ങിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗംഭീരമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഈ കട്ടുകളൊക്കെ നമ്മൾ പൊതുവേ വാഹനങ്ങൾ കാണുന്നതല്ല, അതൊക്കെ അവിടെയുണ്ട്. പിന്നെ നീണ്ട LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്ത് എങ്ങനെയാണോ ഈ ഒരു വിൻഫാസ്റ്റ് ലോഗോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് പിൻഭാഗത്തും ആ ഒരു ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ മേൽഭാഗത്തൊരു വലിയ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറാണ്. അത് ഇത്രയും നീണ്ടൊരു സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സിംഗിൾ വൈപ്പർ കൊടുത്തിരിക്കുന്നു. ഡീഫോഗർ ഉണ്ട്. അതുപോലെ ഷാർഫിൻ ആൻറ്റിന അവിടെ കൊടുത്തിട്ടുണ്ട്. VF7 എന്നുള്ള ബാഡ്ജിങ്ങാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്കിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇടയ്ക്കൊരു ചെറിയ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗം വളരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വ്യക്തമാകുന്ന പിൻഭാഗത്തു നിന്നാണെന്ന് പറയാം. എന്തായാലും ഈ താഴെയൊക്കെ ആയിട്ട് വളരെ നിലവാരമുള്ള ഫൈബറൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് എവിടെയാണ് ഞെക്കുന്നതെന്നാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക്കലി തുറക്കാവുന്ന ടെയിൽ ഗേറ്റാണ്. അത് തുറക്കുമ്പോൾ വളരെ വിശാലമായ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ശബരിമലയിലെ എല്ലാം മോട്ടിച്ചുകൊണ്ട് പോകുന്ന ആ ചേട്ടൻ ഉണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ സ്വർണ്ണപ്പാളി, സ്വർണ്ണക്കഥക് വേണമെങ്കിൽ ശബരിമല അമ്പലം തന്നെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ. പാവം വാഹനം കാണുന്നതിന് മുമ്പ് തന്നെ അകത്തായിപ്പോയി എന്നുള്ളൊരു വളരെ ദുഃഖകരമായ സത്യമാണ്. പക്ഷേ എന്തായാലും ഇനി അമ്പലം വിഴുങ്ങുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ മൊന്ത്രയുടെ ആ വലിയ ഒരു ഇലക്ട്രിക് ട്രക്ക് ഉണ്ടല്ലോ, അതും ബെസ്റ്റാണ്. സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ സ്വർണ്ണവാതിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇനിയാണെങ്കിൽ എല്ലാ അമ്പലം വിഴുങ്ങുകളും അതൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ വണ്ടിയിൽ അദ്ദേഹം കൊണ്ടുപോയത് എന്തോ ഓമ്നിയിലോ മറ്റാന്ന് തോന്നുന്നു, അത് പാടില്ല. ഇത്തരത്തിലുള്ള വലിയ ബൂട്ട് സ്പേസുള്ള വാഹനങ്ങൾ വേണം എപ്പോഴും
അമ്പലത്തിൽ നിന്നൊക്കെ വരുന്നത് കടത്താൻ ഉപയോഗിക്കാൻ. എന്നാലും പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്പെയർ ടയറുണ്ടോ? ഇല്ല, സ്പെയർ ടയർ പരിപാടി ഇപ്പം പൊതുവേ ഇല്ല. പക്ഷേ പങ്ക്ചർ റിപ്പയർ കിറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. 60/40 നമുക്കിത് ഫോൾഡ് ചെയ്യാം, അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ സാധിക്കും. എന്നാലും വളരെ വിശാലമായ ഒരു തുറക്കുന്ന ഭാഗം എന്ന് പറയാനാവില്ല, എങ്കിൽ പോലും സാധാരണ കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇലക്ട്രിക്കലി അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന രൂപത്തിൽ നിന്നുള്ള വലിയ മാറ്റമെന്ന് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈനെ വിളിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒന്ന് മാറി നിൽക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ രൂപം സഹായിക്കും. എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൈഡ് പ്രൊഫൈലാണ്. സൈഡ് പ്രൊഫൈൽ ഇത്രയും വിശാലമായ ഒരു വാഹനം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. തന്നെയല്ല, ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സും ഉൾഭാഗത്തുണ്ട്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കയറി പരിശോധിക്കാം. $2850 വീൽ ബേസ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം വിശാലമായ വാഹനമായിരിക്കും എന്നുള്ള കാര്യം. അത് നമുക്ക് ഉൾഭാഗത്തിരിക്കുമ്പോഴേ ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പേസിൻ്റെ ആധിക്യമാണ് എന്നാണ് പറയേണ്ടത്. തന്നെയല്ല, വളരെ രസകരമായ ഇൻറ്റീരിയറാണ്. രസകരം എന്ന് വെച്ചാൽ എല്ലാം ഡ്രൈവർ സെൻട്രിക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പം ഇതാണ് കൃത്യമായിട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞായിരിക്കും. സാധാരണ ഇതിൽ ചെറിയ ചെരിവാണെങ്കിൽ ഇത് കൃത്യമായും ഡ്രൈവറുടെ നിരക്ക് ചെരിഞ്ഞിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് ഫിസിക്കൽ സ്വിച്ച് ഒന്നുമില്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയാലും ക്ലൈമറ്റ് കൺട്രോൾ ആയാലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഇദ്ദേഹത്തെ ആശ്രയിച്ചേ പറ്റൂ. ഈ ഒരു 12.9 ഇഞ്ചിൻ്റെ കിഡിലൻ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള നല്ല റെസൊല്യൂഷനുള്ള തകർപ്പൻ സ്ക്രീനാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചൊന്ന് ശീലമാൻ ഇത്തിരി സമയമെടുക്കും. കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തേക്കാം. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം വയർലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഡ്രൈവ് എയ്ഡ്, ഇ വി ആയിട്ട് ബന്ധപ്പെട്ട പല ഇൻഫർമേഷനുകളും അങ്ങനെ കൊടുത്തിരിക്കുന്നു. 42% ബാറ്ററി ചാർജ് ഉള്ളപ്പോൾ 214 എക്സ്പെക്റ്റഡ് റേഞ്ച് കാണിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയ, ഓണേഴ്സ് മാനുവൽ, നാൻസി ഡ്രൂ, അതൊക്കെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, സെറ്റിങ്സ്, പലതരത്തിലുള്ള ആപ്പുകൾ, അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെബ് ബ്രൗസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഗംഭീരമായ ഒരു റിയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി. കുറച്ചുകൂടി വലുതാക്കായിരുന്നു ആ ഒരു സ്ക്രീനെന്ന് തോന്നി. ബാക്കി അതൊഴിച്ച് നിർത്തിയാൽ നല്ല റെസൊല്യൂഷനും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മോശമല്ല. പിന്നെ മറ്റു കാര്യങ്ങളിലേക്കുള്ള കാർ മോഡ് എന്ന് പറയുന്നത് ഇക്കോ, നോർമൽ, സ്പോർട്ട്, അതായത് ഡ്രൈവ് മോഡുകൾ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ സ്പോർട്ട് എന്ന് പറയുന്ന മോഡിലാണ് കിടക്കുന്നത്. പിന്നെ 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളും അതും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കൺട്രോളുകളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഫോൾഡ് ബോത്ത് ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇല്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, കുറച്ചൊരു സമയമെടുക്കും അതൊന്ന് യൂസ്ഡ് ആകാനെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് പോകാൻ സാധിക്കുന്ന രീതിയിൽ ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് കാര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്വിച്ച് എന്ന് പറയുന്നത് താഴെ കാണുന്ന ഡ്രൈവ് സെലക്ടർ മാത്രമാണ്. റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, പാർക്ക് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇത് ചുമ്മാ ഒരു ഡമ്മി സ്വിച്ചാണെന്ന് തോന്നുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ക്വിക്ക് ആക്സസ് ബട്ടൺ നോട്ട് സെറ്റ് എന്നില്ല. ക്വിക്ക് ആക്സസ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്, അത് സെറ്റായിട്ടില്ല. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ 3 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു കുഞ്ഞു കപ്പും 2 വലിയ കപ്പും കൊടുത്തിരിക്കുന്നു.
ഇവിടെ വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡോർ ലോക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ, വേറെ ഒരു സാധനവും കൊടുത്തിട്ടില്ല. എന്തായാലും ഫോണൊക്കെ ചാർജ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ഇവിടെയൊക്കെ നല്ല സ്പേസാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. വളരെ വിശാലമായൊരു കൺസോളാണ് നമ്മൾ ഈ കാണുന്നത്. അതിങ്ങനെ മുൻഭാഗം ഇങ്ങനെ തുടങ്ങി അങ്ങനെ അങ്ങ് പോവാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എല്ലാ വാഹനങ്ങളുടെയും പോലെ തന്നെ ഇവിടെയും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കളേഴ്സ് അത് ഗംഭീരമാണ്. ഈ ടാൻ ബ്രൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കൊടുത്തല്ല കേട്ടോ, ഒരു നേരത്തെ കൊടുത്തു. ഫുൾ ബ്ലാക്കാണ് റൂഫിൻ്റെ ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. അതിൽ ടാൻ ബ്രൗണും അതിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൗണിൻ്റെ സ്റ്റിച്ചിങ്ങും കൊടുത്തിരിക്കുന്നു. ഗംഭീരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന AC വെൻറ്റുകളൊക്കെയാണ്. അതുപോലെ തന്നെ വിശാലമായ ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കും കൊടുത്തിട്ടില്ല. സീറ്റ് വെൻറ്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ ഇവിടെ തന്നെയാണ്. അതായത് നമ്മൾ AC സ്വിച്ച് ഇടുമ്പോൾ ഇവിടെ 2 ഫാനിൻ്റെ ഐക്കണുകൾ വരും. അത് പ്രസ് ചെയ്യുമ്പോൾ വെൻറ്റിലേറ്റഡ് സീറ്റ് വെൻറ്റിലേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇതിനകത്താണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഒരു എയർ പ്യൂരിഫയറും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ വോൾവോയുടെ വാഹനങ്ങളിലൊക്കെ പറയുന്ന പോലെ ഈ ലെതർ എന്ന് പറയുന്ന മൃഗങ്ങളെ കൊന്ന് ഉണ്ടാക്കിയ ലെതറല്ല. ഇദ്ദേഹം എന്താ പറയുക ആർട്ടിഫിഷ്യൽ ലെതറാണെന്ന് മാത്രവുമല്ല ഒട്ടും തന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്ത രീതിയിൽ നിർമ്മിച്ചെടുത്താണെന്നാണ് പറയുന്നത്. അത് അതിൽ നന്നായിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ഇവിടെ ടാൻ ബ്രൗണും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിശാലമായ മൂൺ റൂഫാണ്, സൺ റൂഫല്ല, ഇതിനെ മൂൺ റൂഫ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇതിൻ്റെ താഴെയായിട്ടൊരു പാനലൊന്നും കൊടുത്തില്ല, ഫുൾ ടൈം ഇത് ഓപ്പൺ ആയിരിക്കും. അത് ഇന്ത്യയിലെ ചൂടിന് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് UV കോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ഏതായാലും ഒടുക്കത്തെ ചൂട് കാലത്ത് നോക്കിയാൽ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പം കിയയുടെയും മറ്റും വാഹനങ്ങൾ നമ്മളിപ്പോൾ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ചൂടിന് പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങ് വിചാരിക്കാം. എന്തായാലും സ്പേസ് ഞാൻ പറയാമല്ലോ, ഇഷ്ടംപോലെ സ്പേസ്. കൂടാതെ ഇവിടെയൊക്കെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നു, 12 വോൾട്ടിൻ്റെ ഔട്ട്ലെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിൽ പക്ഷേ ബോട്ടിലൊക്കെ വളരെ ചെറിയൊരു ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ആംബ്രസ്റ്റും സ്പീക്കറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്താണെങ്കിലും കാര്യമായ രീതിയിൽ നീണ്ട ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സേഫാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ഇരിക്കുമ്പോൾ തോന്നിപ്പോകും. കൂടാതെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ അതിൽ എനിക്ക് നേരെ ഇവിടെ നിന്ന് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രൈവർ ഫാറ്റിക് ഡിറ്റക്ഷൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്ഷീണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ ഒന്ന് അറിയിക്കുന്ന സംവിധാനമാണിത്. എന്തായാലും പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ആകാമായിരുന്നു തോന്നി. കാരണം ഒരു ഡ്യുവൽ മോട്ടോറുകൾ ഓൾ വീൽ ഡ്രൈവ് വാഹനം നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ അത് കൊടുത്തിട്ടില്ല. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളും ഇതിലൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ അതും നമ്മൾ ഇതിൽ തന്നെയാണ്, ഈ സ്ക്രീനിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഈ നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ജർമ്മൻ വാഹനങ്ങളുടെ പോലെയൊക്കെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോളുകൾ, റൈറ്റ് സൈഡിലാണ് വൈപ്പറിൻ്റെ കൺട്രോളുകളും കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ലെതർ റാപ്ഡാണ്, മനോഹരമായ ഒരു സ്റ്റിയറിംഗ് വീല്. താഴെയായിട്ട് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്രൂയിസ് കൺട്രോൾ, ഇവിടെ ക്രൂയിസ് കൺട്രോൾ, ഇവിടെ വോളിയം കൺട്രോളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ 1-2 സ്വിച്ചുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കിയാൽ അതിന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് ഇവിടെ വന്നു, ഫീച്ചർ ഈസ് അൺഅവൈലബിൾ ഇൻ യുവർ കൺട്രി. അത് മോശമായിപ്പോയി. നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന ഒരു വാഹനത്തിൽ ഇങ്ങനെ 2 സ്വിച്ച് വയ്ക്കുകയും അതിവിടെ അവൈലബിൾ അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശക്തമായ പ്രതിഷേധം നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. പിന്നെന്താണ്, ഇവിടെ നോക്കുമ്പോഴൊക്കെ നല്ല വിസിബിലിറ്റിയാണ്. അതുപോലെ ഡ്രൈവർ സീറ്റ്, അത് പാസഞ്ചർ സീറ്റല്ല, ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹൈറ്റൊക്കെ ഇഷ്ടം പോലെ കണ്ടെത്തുകയും ചെയ്യാം. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞല്ലോ സൈഡ് വ്യൂ മിറേഴ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് പോലും അതിനുള്ള കൺട്രോളുകൾ പോലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം വളരെ പ്ലെയിനാണ്. ആപ്പാടെ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതായത് വിൻഡോയുടെ സ്വിച്ചുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും യൂട്ടിലിറ്റി ആംഗിൾ നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ് ഈ വാഹനം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ താഴെയുണ്ട്, കൂടാതെ അത്യാവശ്യ സ്ഥലം മുൻഭാഗത്ത് പോലും ഉണ്ട്. കൂടാതെ 537 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ ആംബ്രസ്റ്റിന് താഴെയുമുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പോലുള്ള ഭാഗം അവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിനി പിൻഭാഗത്തേക്ക് പോകാം. കാരണം ഇതൊരു ഫാമിലി SUV ആണല്ലോ. നമ്മൾ മറ്റേ MGയുടെ M9 ഒക്കെ പോലുള്ള വലിയ ഇലക്ട്രിക് വാനുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടൊയോട്ടയുടെ എന്താണ് വെൽഫെയർ പോലുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുമല്ലോ പിൻഭാഗത്ത് ഇഷ്ടം പോലെ സ്പേസാണ്. ഇതൊരു ഷോഫ് ഡ്രിവൺ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ നോക്കി. ഇത് അതുപോലെ തന്നെ കേട്ടോ, ഇത് ഇത്രയും സ്പേസ് നോക്കി, എന്തുമാത്രം സ്പേസാണ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ അതെ, അത്രയും നീണ്ട ഒരു നീളമുള്ള വാഹനമാണ്, അത്രയും വീൽ ബേസ് ഉള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. കൂടാതെ ഒട്ടും തന്നെ ഉയർന്ന സെൻറ്റർ ടണലൊന്നുമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ 4 പേർക്ക് പോലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്ന അത്രയും വിശാലമായ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് AC വെൻ്റ് ഉണ്ട്. കൂടാതെ ഇവിടെ 3 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 90 വാട്ടിൻ്റെ വരെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വേണം ഇവിടെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മുൻ സീറ്റിന് പിന്നിലായിട്ട് പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലം കൊടുത്തിരിക്കുന്നു.
പിന്നെ ഇങ്ങേറ്റം വരെ, അതായത് ബൂട്ട് സ്പേസ് വരെയാണ് ഈ മൂൺ റൂഫിൻ്റെ ഒരു സംഭവം ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ വിശാലമായ ഇൻറ്റീരിയറായിട്ട് അനുഭവപ്പെടും. ഇവിടെ നല്ല ഒരു ആംബ്രസ്റ്റ്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് അത് കൊടുത്തിരിക്കുന്നു. തൈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തൈ സപ്പോർട്ട് ഇല്ല, അത്രയധികം തൈ സപ്പോർട്ടാണ്. ഇങ്ങനെ ഉയർന്നു വരികയാണ് സീറ്റ്, അതുകൊണ്ട് തന്നെ സുഖമായിട്ടിരിക്കാം. സാധാരണഗതിയിൽ എപ്പോഴുള്ള പ്രശ്നം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ പ്ലാറ്റ്ഫോമിൽ ബാറ്ററി വിരിച്ചിടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാലിങ്ങനെ വെക്കേണ്ട അവസ്ഥ വരും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, സുഖമായിട്ടിരിക്കാം. മറ്റൊരു കാര്യമുള്ള ചെറുതായിട്ടൊക്കെ നമുക്ക് ഈ ഒരു സീറ്റ് ഒന്ന് സ്ലാൻഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അത് ഇലക്ട്രിക്കലി ഒന്നും അല്ല കേട്ടോ, മെക്കാനിക്കലി. ഇവിടെ ലിവർ പിടിക്കാൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും സുഖമായിട്ട് നമുക്ക് ചാരിയിരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അല്പം ഉയർന്ന വിൻഡോ ലൈനാണ്, അതുകൊണ്ട് നമ്മൾ ചെറിയ കുഴിയിരിക്കുന്ന പോലെ തോന്നും പിൻഭാഗത്തിരിക്കുമ്പോൾ. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു തോന്നൽ വേണമെങ്കിലും ഉണ്ടായേക്കാം. പിന്നെ ഉള്ളത് ഡോർ പാഡ് വളരെ ചെറിയൊരു ബോട്ടിൽ ഇവിടെയും വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല ആംബ്രസ്റ്റും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു കിഡിലൻ ഫാമിലി വാഹനമാണെന്നുള്ളൊരു സംശയമില്ല. നിങ്ങൾ ഡ്രൈവറിനെ വെച്ചാണ് വാഹനം ഓടിക്കുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. ഫുൾ ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും 5 പേർക്ക് യാതൊരു പരാതിയും പറയാതെ ഇരിക്കാൻ പറ്റുന്ന അത്രയും സ്പേസും കൊടുത്തിട്ടുണ്ട്. വളരെ എയറി അല്ലെങ്കിൽ റൂമി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഉൾഭാഗമാണ്. വളരെ പ്ലസൻ്റാണ് ഈ മൂൺ റൂഫിൻ്റെ ഒക്കെ പ്രയോജനം. തീർച്ചയായിട്ടും 5 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആ ഒരു പ്ലസൻറ്റ് ഫീൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും മോശമാക്കിയിട്ടില്ലെന്നാണ് പറയേണ്ടത്. അത്തരം കാര്യങ്ങൾ വിൻഫാസ്റ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. അപ്പോൾ ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് ഫ്രങ്ക് സ്പേസ് എന്ന് പറയുന്ന സാധനം, മുന്നിലെ ബൂട്ട് സ്പേസ് ഉണ്ടോ എന്ന് നോക്കാൻ നേരത്ത് തുറന്നപ്പോൾ ഇല്ല, അങ്ങനെ സംഭവം കൊടുത്തിട്ടില്ല. തന്നെയല്ല കുറച്ചൊക്കെ ഓപ്പണാണ് ഈ സാധനം. നമുക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെ ഓപ്പണായിട്ട് കാണുമ്പോൾ ഒരു പേടി വരും. ദൈവമേ ഇതൊക്കെ എന്താണ് ഈ സാധനങ്ങളൊക്കെ തോന്നിയേക്കാം. അപ്പോൾ പക്ഷേ അതൊക്കെ വളരെ സേഫായിട്ടായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഓപ്പണായിട്ടാണ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സ്പേസ് തീരെ കൊടുത്തിട്ടുമില്ല. നമ്മൾ VF7 ഓടിച്ചു തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ഹെവിനെസ്സാണ്. എത്ര ഹെവിയാണ് ഈ വാഹനം എന്നുള്ള നമുക്കൊരു തോന്നൽ തുടക്കത്തിലുണ്ടാവും. ശരിയാണ്, വെറുതെ തോന്നലല്ല കേട്ടോ. 2.2 ടണ്ണാണ് ഈ വാഹനത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്. പക്ഷേ കിഡിലൻ ഹാൻഡ്ലിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. സ്റ്റിയറിംഗ് കുറച്ച് ഹെവിയാണ്. ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് കിട്ടുന്നത് നല്ല ഹെവി സ്റ്റിയറിംഗ് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് വളവ് വീശാനാണെങ്കിലും സ്ട്രൈറ്റ് റോഡിൽ, പ്രധാനമായിട്ടും സ്ട്രൈറ്റ് റോഡിൽ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് സ്റ്റിയറിംഗ് ഹെവി ആകുമ്പോഴാണ്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റൊക്കെ അല്ലേ പൊങ്ങി പോകുന്നുണ്ടാ, ഒന്ന് പോക്കണ്ട, ആ രീതിയിൽ ഹൈറ്റ് ഉയർത്തി വയ്ക്കാം. എന്നിട്ട് അപ്പോൾ താഴ്ന്നാണ് ബോണറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്. സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഓടിച്ചു പോകാൻ സാധിക്കും. എന്തായാലും സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ മികവിൻ്റെ കാര്യത്തിലും ഓടിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് ആ ഒരു ബോധ്യം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ SUV-കൾ, ഇലക്ട്രിക് SUV-കൾ നമുക്ക് B9 അല്ലെങ്കിൽ ടാറ്റ ഹാരിയർ AV, അതിൻ്റെയൊക്കെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ആ വാഹനങ്ങളുടെ കാര്യത്തിൽ ഗുണമോ ദോഷമോ അതെന്താണെന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിച്ചുകൊണ്ട് പായുന്നൊരു ഫീല് വരും. അത് സ്ഥിരമായി EV ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഓക്കെയാണ്, അയാൾക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമായിരിക്കും. പക്ഷേ
ആദ്യമായിട്ടൊക്കെ EV ഓടിക്കുന്നവരുടെ കാര്യത്തിൽ അത് കൈവിട്ട് പോകുന്നൊരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ മോട്ടറിൻ്റെ ആ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ട്യൂണിംഗ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് പായുന്ന രീതിയിലല്ല. മോശം പെർഫോമൻസ് അല്ലെങ്കിൽ ആക്സിലറേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിൽ പോലും ആ ഇനിഷ്യൽ ടോർക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിനില്ല. കുറച്ചുകൂടി ഒരു റിഫൈൻഡ് ആയിട്ട് കുറച്ചുകൂടി ശാന്തമായ രീതിയിലാണ് ഇതിൽ പവർ കയറി വരുന്നത്. മൊത്തം ഫാൻസ് എന്ത് ചെയ്യാനാണ്, എല്ലാവരും കൈ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംഭവം. അപ്പോൾ എന്തായാലും ഗ്ലാസ് ഏരിയ ആയാലും മേൽഭാഗത്ത് കാണുന്ന ഈ വലിയ മൂൺ റൂഫ് ആയാലും എല്ലാം തന്നെ വളരെ പ്ലസൻറ്റ് ഫീൽ നൽകുന്നുണ്ട്. മൂൺ റൂഫിനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല വെയിലാകുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്. നല്ല വെയിലിട്ടും നമുക്ക് ഒരു കൂൾ എഫക്റ്റായിട്ട് തരുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ പോലും ഉൾഭാഗത്തേക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ ചൂടൊന്നും കടന്നു വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ വിൻഫാസ്റ്റിൻ്റെ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കേണ്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും കേരളമാണ്. നമ്മുടെ സ്വന്തം വിപ്ലവ പാർട്ടിയാണ് വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സഹായിക്കണം. എങ്കിൽ മാത്രമേ പാവപ്പെട്ടവനും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്ന നമ്മുടെ പാർട്ടിക്ക് ആഗോള തലത്തിലൊക്കെ വളരാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ട ധനം സമ്പാദനത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയെ സഹായിക്കുക തന്നെ വേണം. അപ്പോൾ ഏതൊക്കെ കാരണങ്ങളായാലും, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടായാലും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഗുണമേന്മ കൊണ്ടായാലും എല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു വാഹനമാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കമ്പനി ആകാൻ പോവുകയാണ് വിൻഫാസ്റ്റ്. അപ്പോൾ ഒരു ബാറ്ററിയിലേക്കും പവറിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 59.6 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുണ്ട്, 70 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 70 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. എങ്കിലും 59.6 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ മാക്സിമം പവർ എന്ന് പറയുന്നത് 130 കിലോ വാട്ടാണ്. എന്നാൽ 70 കിലോ വാട്ടിൽ തന്നെ 2 പവറുകളുണ്ട്, അതായത് 2 പവർ വേരിയൻസ് ഉണ്ട്. ഒന്ന് 150 കിലോ വാട്ടാണ്, മറ്റൊന്ന് 260 കിലോ വാട്ടുമാണ്. 260 കിലോ വാട്ടിൻ്റെ മോട്ടറുള്ള ആ ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടറിൻ്റെ പവർ നമ്മൾ BSPയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 350 BSP പവറുള്ള ഒരു വാഹനമാണെന്നാണ് പറയേണ്ടത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന 2 മോഡലുകളായ ടാറ്റ ഹാരിയർ EV അല്ലെങ്കിൽ BE9 മഹീന്ദ്ര, ഇതിന് 2േക്കാളും പവറുള്ള വാഹനമാണ്. ഇതിൻ്റെ ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനം എന്നാണ് പറയേണ്ടത്. 7.2 കിലോ വാട്ടിൻ്റെ AC ചാർജിങ് വരെ സപ്പോർട്ട് ചെയ്യുന്ന വാഹനമാണിത്. എന്നാൽ DCയിൽ 100 കിലോ വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ഈ ഒരു 59.6 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിന് 24 മിനിറ്റും അതുപോലെ 70.8 കിലോ വാട്ടുള്ള ബാറ്ററി പാക്കുള്ള ആ മോഡലിന് 28 മിനിറ്റും ചാർജിങ്ങിന് 70% ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഓടിച്ചു പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വാഹനമെന്നാണ് പറയേണ്ടത്. ഇനി 0 to 100 നോക്കുകയാണെങ്കിൽ 59.6 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിന് 10 സെക്കൻഡാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ ഈ 70 കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ സിംഗിൾ മോട്ടോർ മോഡലിന് 9.5 സെക്കൻഡാണ് 100 കിലോമീറ്റർ എടുക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ 5.8 സെക്കൻഡ്സ് മതി നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ വീൽ ഡ്രൈവ് മോഡലിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അതൊരു കിടിലൻ സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ പെർഫോമൻസിൻ്റെ അങ്ങേയറ്റമാണ് നമുക്ക് ലഭിക്കുന്നതാണ് പറയേണ്ടത്. സസ്പെൻഷൻ എടുത്തു പറയേണ്ട കാര്യമാണ്. മുൻഭാഗത്ത് ഇൻഡിപെൻഡൻറ്റ് മക്ഫേഴ്സൺ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്, പിൻഭാഗത്ത് കൺട്രോൾ ബ്ലേഡ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. തകർപ്പൻ സസ്പെൻഷൻ എന്നാണ് പറയേണ്ടത്. അതുപോലെ റീജനറേറ്റീവ് ബ്രേക്ക് മോഡുകളുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. കൂടാതെ ലോ, മീഡിയം, ഹൈ അങ്ങനെ 3. കൂടാതെ ഡ്രൈവ് മോഡുകൾ ഇക്കോ, നോർമൽ, സ്പോർട്ട് 3 ഡ്രൈവ് മോഡുകളുണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവാണ്. സ്പോർട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാഞ്ഞു പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റ് ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുടെ അതേ EVകളുടെ അതേ ഡ്രൈവിംഗ് രീതിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പൊതുവെ ഇദ്ദേഹം വളരെ ശാന്തനായി പുറപ്പെടുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 7 എയർ ബാഗുകൾ, അത് കർട്ടൻ എയർ ബാഗും ഡ്രൈവർ നീ എയർ ബാഗ്, മുട്ടിൻ എയർ ബാഗ് വരെയുണ്ട്. ABS, EBD, അതുപോലെ തന്നെ ECS, TCS തുടങ്ങിയ കാര്യങ്ങൾ. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. റോൾ ഓവർ മിറ്റിഗേഷൻ, എമർജൻസി സിഗ്നൽ സിസ്റ്റം, റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ തെഫ്റ്റ് അലാം, ഇമ്മൊബിലൈസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് അവിടെ. അതിനുശേഷം പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ലഭ്യമാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലൈൻ സെൻറ്ററിങ് കൺട്രോൾ, ഓട്ടോ ലൈൻ ചേഞ്ചിങ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാച്ചർ വാർണിംഗ്, ലൈൻ കീപ്പിംഗ് അസിസ്റ്റ്, എമർജൻസി ലൈൻ കീപ്പിംഗ്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്ക്, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലർട്ട്, ഓട്ടോമാറ്റിക് ഹൈ ബീം അതെ. പിന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവർ ഡിസ്ട്രാക്ഷൻ വാർണിംഗ്, ക്രൂയിസ് കൺട്രോൾ, ഡോർ ഓപ്പൺ വാർണിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 സ്പീക്കേഴ്സിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങളും. അങ്ങനെ ഫുള്ളി പാക്ഡ് എന്നാണ് ഈ വാഹനത്തെ വിളിക്കേണ്ടത്. എന്ന് തന്നെയല്ല ഇവരിപ്പോൾ ഇത് ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ വാഹനം കൊടുക്കാൻ പോകുന്നത് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം 5 സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട് വരും എന്നുള്ളൊരു സംശയമില്ല. കാരണം മിടുക്കനാണ് നമ്മുടെ VF7 എന്ന ഈ ഒരു മോഡൽ.
അപ്പോൾ തുടക്കം ഗംഭീരമായെന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ തുടക്കം അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളൊന്നായിട്ട് മാറും എന്നുള്ള കാര്യം സംശയമില്ല. വിൻഫാസ്റ്റിന് അത്രയും ഗംഭീരമായൊരു ഭാവി ഇന്ത്യയിലുണ്ട്. അത് അവർ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യുക, നല്ല വാഹനങ്ങൾ കൊണ്ടുവരിക, നമ്മളെ അനുഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചും നമ്മുടെ സ്വന്തം പാർട്ടിക്ക് വേണ്ട ധനസഹായം വാഹനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ലാൽ സലാം വിയറ്റ്നാം സഖാവേ. ഇന്ത്യയിലെ ഇലക്ട്രിക് എസ് യു വികളുടെ രംഗത്ത് മത്സരം മുറുകി നിൽക്കുമ്പോഴാണ് വിൻഫാസ്റ്റ് പുതിയ 2 മോഡലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ കമ്പനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്ന് തന്നെയല്ല, ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ കണ്ടുവരാത്തതായതുകൊണ്ട് തന്നെ ആ ഒരു മുൻതൂക്കം തീർച്ചയായും വിൻഫാസ്റ്റിൻ്റെ മോഡലുകൾക്കുണ്ട്. അപ്പോൾ ഇനി വില നോക്കാം. വില എന്ന് പറയുന്നത് ആകെ 2, 4, 5 വേരിയൻസാണ് ഈ വാഹനത്തിനുള്ളത്. അതിൽ തുടക്കം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 59.6 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള എൻട്രി ലെവൽ മോഡലിന് വില, ഓൺ റോഡ് വില എന്ന് പറയുന്നത് 24,71,000 രൂപയാണ്. അതിന് താഴെയായിട്ട് പിന്നെ തുടങ്ങുന്നത് ഈ ഒരു 70.8 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ആ മോഡലാണ്, പിന്നീട് വേരിയൻസാണ് പിന്നീട് വരുന്നത്. അതിൻ്റെ വില ആരംഭിക്കുന്നതെന്ന് പറയുന്നത് 27.65 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില. 29.94 ലക്ഷം രൂപ, അതായത് ഏതാണ്ട് 30 ലക്ഷം രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ ഓൾ വീൽ ഡ്രൈവ് മോഡലിൻ്റെ ഓൺ റോഡ് വില. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിൻഫാസ്റ്റ് ഇപ്പോൾ ഒരു പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് വിൻഫാസ്റ്റിൻ്റെ ചാർജിങ് സെൻറ്റേഴ്സ് ഒന്നും വ്യാപകമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ, അതായത് അതൊക്കെ തുടങ്ങി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70,000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. അതായത് ഈ ചാർജിങ്ങിന് വേണ്ടി വരുന്ന പൈസ ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് വെച്ചാൽ കമ്പനി നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരികയാണ്. അപ്പോൾ 70,000 രൂപ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങിക്കാം. അതായത് ചാർജിങ്, കുറേ കാലത്തേക്കുള്ള ചാർജിങ് ഫ്രീ ആണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ റേഞ്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശാലമായ റേഞ്ചാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മാറ്റങ്ങളും ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. പിന്നെ ഈ പറഞ്ഞ ഒരു ചൈനീസ് വാഹനമൊന്നും അല്ലല്ലോ, വിയറ്റ്നാമീസ് വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുന്നത്, ക്വാളിറ്റി പ്രതീക്ഷിക്കാമെന്നൊക്കെ പറയുന്ന പോലെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയല്ല, എനിക്ക് അതിലൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവർ വെറുതെ അങ്ങനെ ഇന്ത്യയിലേക്ക് വരികയല്ല ചെയ്തതെന്നുള്ള കാര്യമാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി പ്ലാന്റ് സ്ഥാപിച്ച് വളരെ ഗംഭീരമായിട്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി. അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം മോഡലുകൾ ഇവരിൽ നിന്ന് വരാനുണ്ട്. ഇപ്പോൾ നമ്മുടെ MG കോമറ്റിൻ്റെ ഒക്കെ വലിപ്പമുള്ള VF3 പോലുള്ള മനോഹരമായ മോഡലൊക്കെ വരാനുണ്ട്. പിന്നെ ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഹബ്ബാക്കാനാണ് വിൻഫാസ്റ്റിൻ്റെ തീരുമാനം എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറയുമ്പോൾ ശക്തമായ സാന്നിധ്യമാകും തുടർന്നും വിൻഫാസ്റ്റ് ഇന്ത്യയിൽ എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രോത്സാഹിപ്പിച്ചേക്കാം അല്ലേ. നമുക്ക് VF6ഉം VF7ഉം ഒക്കെ വാങ്ങിച്ച് വിൻഫാസ്റ്റ് എന്ന് പ്രോത്സാഹിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ വാഹനം ഓടിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന ഒരു രീതിയിലല്ല അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾഡായിട്ട് ഓടിച്ചു പോകാൻ, രസകരമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കും. പറ്റുമെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് എടുക്കുക, കാരണം നല്ല ഗ്രിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വരുന്നത് എപ്പോഴും ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡൽ തന്നെ ആയിരിക്കും. സാധിക്കുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോഴുള്ളവർക്ക് എന്ത് സാധനം കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും വിശാലമായ ബൂട്ട് സ്പേസും ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.